265 ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് നമുക്ക് 4.4 കൊടുക്കാം. 4.4 കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ നല്ല മൈലേജ് കിട്ടും, പെർഫോമൻസ് കിട്ടും. 3,90,000 രൂപക്കാണ് ടൈറ്റാനിയം, അതും 15 മോഡൽ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 21 മോഡൽ G4 2.25 ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് ഇന്നോവ കേട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പിനാണ് GT ലൈൻ. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ നല്ല ഓഫർ റേറ്റിൽ പൊട്ടിച്ചാണ് നമുക്ക് അത്യാവശ്യം SUVകളോ ആഷ് ബാക്കുകളോ ഒക്കെ ബെസ്റ്റ് പ്രൈസിനാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 100-ഓളം വാഹനങ്ങളുണ്ട്. മാക്സിമം നമ്മൾ 7 സീറ്റേഴ്സ് ഉണ്ട്, ഇന്നോവകളുണ്ട്, ക്രിസ്റ്റ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സെൽറ്റോസ്, ക്രെറ്റകൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ സെഗ്മെന്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കിടിലൻ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ റൈഡോണിലാണ്, റൈഡോൺ കാസിലാണ്. ഷെരീഫ്ക വരി, നമ്മളൊന്ന് അത്യാവശ്യം നല്ല ഓഫറിൽ കൊടുക്കാം. ഓഫറിൽ കൊടുക്കാം നമുക്ക്. നല്ല ഗംഭീര കളക്ഷൻ, ഏകദേശം 100-ഓളം വാഹനങ്ങളുണ്ടല്ലോ. ഓ അതെ അതെ. അപ്പൊ അത് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ഈ വസ്തു തന്നെ കാക്കഞ്ചേരി മലബാർ ഗോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡിന്, റോഡില്. അപ്പൊ നമ്മളെ കിൻഫിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്കൊരു ഓഫറിൽ SUV കൊടുത്താലോ? അതെ. ഫസ്റ്റ് തന്നെ എക്കോസ്പോർട്ട് ഓടിക്കാൻ അത്രയും പക്ക പെർഫെക്റ്റ് വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല സേഫ്റ്റിയും അത്യാവശ്യം നല്ല പെർഫോമൻസും കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു ഷെരീഫ് ഖാൻ മോഡൽ? 2015 മോഡല്, 1 സംതിങ് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാ. മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ 5 വീലും നമുക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. അത് നമുക്ക് ഫൈനല് 390 കൊടുക്കാം. 390. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും, പെർഫോമൻസ് കിട്ടും. 3,90,000 രൂപക്കാണ് ടൈറ്റാനിയം, അതും 15 മോഡൽ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. മാക്സിമം നമുക്ക് ലോണും ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്തു. നമുക്ക് ലോണും ചെയ്യാം. അത് നമുക്ക് സ്കോർപിയോ ആയിക്കോട്ടെ അല്ലേ? ഒരു ഇത് 2009 2010 രജിസ്റ്റർ. പുതിയ പേപ്പറൊക്കെ ഫുൾ സെറ്റ് ആയി. ഫുൾ പേപ്പറൊക്കെ ഫുൾ ഫിറ്റ്. ഓട്ടോമാറ്റിക് ആണ്. എംബോക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 7 സീറ്റർ ആണ്. സ്കോർപിയോയിൽ നമുക്ക് തവണ 7 സീറ്റ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 265 കൊടുക്കാം. 265 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. അത് നമുക്ക് അത്യാവശ്യം പേപ്പറൊക്കെ പുതിയ പേപ്പർ. അടുത്തത് നമുക്ക് ഒരു കിടിലൻ വണ്ടി തന്നെയാണ്. നമ്മൾ ഐട്ടൺ, ഗ്രാൻഡ് ഐട്ടൺ. സാധാരണ നമുക്കൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും നല്ലൊരു കംഫർട്ട് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 മോഡല്. 15 മോഡല്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടിലനാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ. പിന്നെ ഇത്രയും ചെറിയൊരു വാഹനമാണെങ്കിലും റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം. സ്പോർട്സ് ആണ് ഓപ്ഷൻ. ഇത് ഡീസലാണ് വണ്ടി അല്ലേ? ഇത് ഡീസൽ. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഡീസൽ എന്ന് പറഞ്ഞാൽ മൈലേജിന്റെ അങ്ങേയറ്റാണ് അല്ലേ? 22-24 വരെ മൈലേജ് കിട്ടും. അപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു? ഇത് 90 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 2015 മോഡൽ ഡീസൽ സ്പോർട്സ്. ഇത് നമുക്ക് 310 കൊടുക്കാം. 310 നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 10-30 രൂപയ്ക്ക് വണ്ടി ഇറക്കും. 30 വണ്ടി ഇറക്കാം. അത് നമുക്ക് 2 റിഡ്സുകൾ ഉണ്ട്. ഒന്ന് കോഫി ബ്രൗൺ ആണ്, ഒന്ന് വൈറ്റ് ആണ്. ഫസ്റ്റ് തന്നെ കോഫി ബ്രൗൺ ആണ്. ഇത് 2013 മോഡൽ, 14 രജിസ്റ്റർ. ഇത് ZX പെട്രോളിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതെ. അതും ഒറിജിനൽ കേരള വണ്ടി. അതെ. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഇത് ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലി 3 രൂപ കൊടുക്കാം. 3 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി, ന്യൂ ഫേസ് ആണ്. 3 രൂപ കൊടുക്കാം. 3 രൂപ മാക്സിമം ഒരു 10-40 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. നമുക്കൊരു കിഡിൽ SUV ആണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന നിസാന്റെ ടെറാനോ. ഇത് 85 ആണ്. 1 ടൺ ആണ്. സോ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 110. 110 ഓപ്ഷനിൽ വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അപ്പോൾ ഡീസലാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് നമുക്ക് ഫൈനൽ 3.5 കൊടുക്കാം. 3 രൂപ ചെറിയൊരു പ്രൈസിന്. അല്ല ഡീസൽ SUV ഉണ്ടോ? മാക്സിമം ഒരു 10-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാലോ. അടുത്ത് നമുക്കൊരു XS4 ആണ്. 2010 മോഡൽ ഡീസൽ വണ്ടിയാണ് അല്ലേ? അതെ. നല്ല അടിപൊളി ഫാൻസി നമ്പറൊക്കെ ഉണ്ട്. പുതിയത് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 120 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം.
എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1.60 പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടില്ല. അത് നമുക്കൊരു മാരുതി സുസുക്കി വിറ്റാര ബ്രസ് ആണ്, ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡൽ ZDI പ്ലസ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ വരുന്ന വണ്ടിയാണ്. പുഷ്പട്ട സ്റ്റാർട്ടിംഗ്, ഗിയർലെസ് എൻട്രി, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 lakhന്റെ മേലെ ഓടിയിട്ടുണ്ട്. 1 lakhന്റെ മേലെ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ, മേജറായ അബ്രോണ്ട് പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. 1 lakh അപ്പോൾ നമ്മൾ ഓടിയിട്ടുണ്ട്. മോഡൽ പറഞ്ഞാൽ 2018 ZDI പ്ലസ്. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് ഫൈനല് 6.75 കൊടുക്കാം. 6.75 നമുക്ക് ഹാഷ് ബാഗിന്റെ പ്രൈസിനുണ്ടാവും. ഏകദേശം മാക്സിമം ലോണും ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇന്നോവകളാണ്. ഇന്നോവകൾ ഒരു 4-5 ഇന്നോവകൾ ഉണ്ട്. ഒക്കെ ബഡ്ജറ്റ് റേറ്റ് ആണ്. ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗിൽ Type 4 വരുന്ന വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2010 മോഡൽ G4. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയത് ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ പേപ്പർ നമ്പറായ വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 4.25 കൊടുക്കാം. 4.25 കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ കേട്ടോ. ഇതാണ് പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ ഫസ്റ്റ് സ്റ്റേജിൽ അതേപോലെ നിർത്തിയുണ്ട്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. അത് ഇവിടെ ഇറങ്ങിയ വണ്ടിയാണ് അല്ലേ? തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഇത്രയും കാലമായിട്ട്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് അല്ല വണ്ടി? പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റാ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനല് 2.25 കൊടുക്കാം. 2.25 ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഇന്നോവ കേട്ടോ. 2,75,000. 2.75 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് വീണ്ടും നമുക്കൊരു ഇന്നോവ തന്നെയാണ്. 2009 മോഡല്. നമ്പർ ആയ വണ്ടിയാണ് അല്ലേ? ഇത് നമ്പർ ആയ വണ്ടിയാണ്. നമ്മളൊരു നമ്പറൊക്കെ ആയിട്ടുണ്ട്. പുതിയ പേപ്പറൊക്കെ എടുത്ത വണ്ടിയല്ലത്? പുതിയ പേപ്പറൊക്കെ എടുത്ത പ്രൊജക്ട് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ക്രിസ്റ്റിന്റെ അലോയൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അലവിലൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. നല്ല അടിപൊളി നമ്പറൊക്കെ ഉണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4.40 കൊടുക്കാം. 4,40,000 രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് വീണ്ടും 2006 മോഡല്. 2006 മോഡൽ അല്ലേ? ഗ്രേ കളർ നമ്പറൊക്കെ ആയ വണ്ടി തന്നെയാണ്. അത് സ്റ്റോക്ക് കണ്ടീഷൻ നിർത്തിയിട്ടുണ്ട്. അതേപോലെ അഡീഷണൽ അലവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്ത വണ്ടിയില്ല. എത്ര പേര് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3.30 കൊടുക്കാം. 3.30 നമുക്ക് ചെയ്യാൻ പറ്റും. കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു വൈറ്റ് ഇന്നോവ Type 4 വരുന്ന 2008 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമുക്ക് അലോയൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. ഇത് എത്ര പേര് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 2.85 കൊടുക്കാം. 2.85 നമുക്ക് ഫൈനലി ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൊടുത്ത് ക്രിസ്റ്റ നമുക്ക് 2021 മോഡൽ G4 ടൈപ്പ് 2 വണ്ടിയാണ്. ഇത് മാനുവൽ അല്ല വണ്ടി? മാനുവൽ. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് പേപ്പർ എടുത്തിട്ട് ഇപ്പൊ നിലവിൽ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തോ. ഇനി ടാക്സ് അടക്കാനേ ഉള്ളൂ. ഓക്കെ, കേരള നമ്പറിൽ നമുക്ക് 16 കൊടുക്കാം. കേരള നമ്പറിൽ 16 രൂപ കൊടുക്കാം. ഏകദേശം 1.5 മണി വണ്ടി ഇറക്കും ചെയ്യാം. അതൊരു സെൽറ്റോസ് ആണ് GT ലൈൻ. സെൽറ്റോസ് GT ലൈൻ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് ആണ് GT ലൈൻ. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1.15 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്, കമ്പനി സർവീസിന് ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്ര ഗ്യാരണ്ടി വരാൻ പറ്റും. ഗ്യാരണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ 12.5 കൊടുക്കാം. 12 രൂപയ്ക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയാണ്. അത് നമുക്ക് ഈ ഒരു മോഡലാണ് നമുക്ക് സൺറൂഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നമുക്ക് ബോഡി ക്വാളിറ്റി ഒക്കെ മെയിൻ്റെനൻസും പൊതുവെ പുതിയതിനെ അപേക്ഷിച്ച് കുറവുള്ള ഒരു വണ്ടി കൂടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 2018 മോഡല് SX 1.6 ഏറ്റവും ടോപ്പ് വണ്ടി. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഡീസൽ ആണ്. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് ഉണ്ട്. അത് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലി 8.60 കൊടുക്കാം. ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. അടുത്ത നമുക്ക് ഒരു സെന്നൊക്കെ നോക്കിയെടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2004 മോഡല്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ 75 രൂപ കൊടുക്കാം. 75 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്ന റൈഡ് ഓണിലാണ്. അതായത് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മലപ്പുറം ബോർഡറിൽ കിംഫ്ര, അതായത് നമ്മൾ കിംഫ്രന്റെ അടുത്ത് നമുക്ക് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റൂട്ടിലായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമ്പർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷെരീഫ് ഖാൻ സൈനിങ് ഓഫ്.